ഒരു സിനിമയ്ക്ക് പോകാനുള്ള ഒരുക്കമാണ് ഈ കാണുന്നത്. ഞാനും അമ്മയും കൂടെയാണ് പോകുന്നത്. സിനിമ പ്രണവ് മോഹൻലാലിന്റെ പുതിയ പ്രേതപ്പടം. അതിന്റെ പേരെന്തുവായിരുന്നു? DS ഹീറോ. വായി കൊള്ളാത്തൊരു ഒടുക്കത്തെ പേര്. ചേച്ചിയും കെങ്ങിയൊന്നും വരുന്നില്ല. ഇവിടെ ധൈര്യശാലിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എന്തോ ചെയ്യാനാ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഈ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെ നടന്നു പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ നിന്ന് എന്തെങ്കിലും ഞം വാങ്ങിക്കാമെന്ന് വെച്ചാൽ അവർ കഴുത്തറക്കത്തെ പൈസ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബേക്കറിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ ഞം വാങ്ങിയ സന്തോഷത്തിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനത് മൊത്തം തിന്നു തീർത്തു. ഇതിൽ പ്രണവ് മോഹൻലാലിന്റെ എൻട്രി സീൻ വന്നപ്പോൾ അമ്മ എന്നെ ഒരു നോട്ടം. ഞാനാണല്ലോ അമ്മയെ നിർബന്ധിച്ച് സിനിമ കാണാൻ കൊണ്ടുപോയത്. ഞാൻ അവിടെ ഇരുന്ന് ഉരുകിപ്പോയി ഗൈസ്. ഞാൻ പിന്നെ അമ്മ ഇരിക്കുന്ന ആ ഭാഗത്തോട്ടേ നോക്കിയില്ല. സിനിമ കണ്ടവർക്ക് കത്തും. പിന്നെ സിനിമ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ പടം കൊള്ളാൻ കുഴപ്പമില്ല. പ്രണവ് മോഹൻലാലിന്റെ അഭിനയം ഒരു രക്ഷയില്ല. ബട്ട് പേടിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പടം കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആക്കാമായിരുന്നു. ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നേനെ. ഇത് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണല്ലോ. എനിക്ക് ഹൊറർ, ത്രില്ലർ, സൈക്കോ മൂവീസ് ഒക്കെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും അങ്ങനത്തെ മൂവീസ് ആണ് കാണുന്നത്. ഈ ഹോളിവുഡ് ഹൊററിലായാലും കൊറിയൻ ഹൊററിലായാലും തായ് ഹൊററിലായാലും കണ്ട് മടുത്തതായോണ്ടാകാം എനിക്ക് അങ്ങനെ തോന്നിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സിനിമയെ പൊക്കി അടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിരുന്നു ഈ സിനിമയെ പറ്റി. പക്ഷേ സിനിമ കണ്ടപ്പോഴാണ് അത്രയ്ക്കൊന്നും ഇല്ലാന്ന് മനസ്സിലായത്. പടം കുഴപ്പമില്ല, നൈസാണ്. ഓവർ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ പോയി കാണണം, അത്ര തന്നെ.